നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേറിവാ മഹിമേ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ പോകുന്ന വഴിക്ക് വെറുതെ കയറിയെന്നേ ഉള്ളൂ. ഓ അത് ശരി. ഞാൻ വിചാരിച്ചേ അമ്മ വീണ്ടും എന്തെങ്കിലും ഓർഡർ ചെയ്ത് കാണുമെന്ന്. അമ്മ ഇല്ലേ? ഇല്ല, ഷൂട്ടിങ്ങിന് വരിക. ഇന്നേ ഒരു ദുഷ്ടിയായിട്ടുള്ള അമ്മയമ്മയായിട്ടാ രാവിലെ തന്നെ കുറെ മെത്തേഡ് ആക്ടിങ് ഞാനും അനുഭവിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞ ഞാൻ വക്കീലിനോട് നന്ദി പറയാനാ വന്നത്. നന്ദിയോ? എന്തിന്? വക്കീല് കാരണോ ഗിരിയേട്ടൻ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് വന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ മുന്നില് ഞങ്ങള് കുടുംബക്കാര് തമ്മിൽ പ്രശ്നമൊന്നുമില്ലാന്ന് കാണിക്കാൻ പറ്റും. ഓ, അപ്പൊ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടാണോ ഗിരി വീട്ടിലേക്ക് വരേണ്ടത്? അതല്ല, ചേച്ചിയും ഗിരിയേട്ടനും തമ്മിൽ വഴക്കാണെന്ന് ചില നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അവരുടെ മുന്നിലൂടെ ഗിരിയേട്ടൻ മഞ്ജു ചേച്ചി പുറകിലിരുത്തി ബൈക്കിലൂടെ പോണം, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ ചേച്ചി കുറെ കാലത്തിന് ശേഷം മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്ന കണ്ടത് അന്നാ. അവരൊരുമിച്ച് വീട്ടിൽ വന്നപ്പോ അച്ഛന്റെ ആത്മാവ് പോലെ സന്തോഷിച്ചു കാണും. ഞങ്ങളുടെ കൂടെ ഗിരിയേട്ടൻ കുറച്ചു സമയം ചെലവഴിച്ചല്ലോ, ഞങ്ങൾക്ക് അത് മതി. അതൊന്നും പോരാ ഗിരിയെ, നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗോ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഇടപെടും, ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കും. ഒരു മരുമകൻ എന്ന നിലയിൽ ഇതൊക്കെ അവൻ ചെയ്യേണ്ടതാ. ഈ പഴയ കുറെ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് കിടക്കുന്നോണ്ടാ അവന് നിങ്ങളോട് അടുക്കാൻ പ്രയാസം തോന്നുന്നത്. അതൊക്കെ പതുക്കെ പതുക്കെ മാറിക്കോളും. പിന്നെ നമുക്ക് എല്ലാത്തിനും ശുഭാപ്തി വിശ്വാസവും ക്ഷമയൊക്കെ വേണം. അതെ, കുറച്ചു കാലം മുമ്പ് വരെ ഗിരി ഒരു പോലീസുകാരിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാരും ചിരിച്ചേനെ. ഇപ്പൊ നടന്നില്ലേ? ഇപ്പൊ എനിക്കും ചേച്ചിക്കും ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി. എന്തെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമായിരിക്കും. എല്ലാം ശരിയാവൂടോ. ഉള്ളിന്റെ ഉള്ളില് അവൻ നല്ലൊരു മനുഷ്യനാ. ഇങ്ങനെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരു കൂട്ടുകാരനുണ്ടായാൽ മതി. അതിന്റെ ക്രെഡിറ്റ് മഹിമ വെറുതെ എനിക്ക് തരണ്ട. ഗിരിയോട് നിങ്ങളുടെ വീട്ടിൽ വരാൻ പറഞ്ഞതേ അമ്മയാ. അമ്മ പറഞ്ഞാലേ ഗിരിക്ക് അങ്ങനെ പെട്ടെന്ന് തഴയാൻ പറ്റില്ല. അതാ അവൻ മഞ്ജുനും കൂട്ടി അങ്ങോട്ട് വന്നത്. ഓ അത് ശരി. ഞാൻ വിചാരിച്ചു എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വക്കീല് ഗിരിയേട്ടനോട് സംസാരിച്ച് കാണുമെന്ന്. അല്ല, അല്ലെങ്കിൽ ഞാനതിനെ കുട്ടി ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നേ. ഞാനേ വർഷങ്ങളായിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനിലാണ്. അത് ശരി. ആരാ പെൺകുട്ടി? അതിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല. സമയമാവുമ്പോ എല്ലാരും അറിയും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അതെ, ഇടയ്ക്ക് ഗോപിയേട്ടും കൂട്ടി കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാട്ടോ. ആരെങ്കിലൊക്കെ സംസാരിക്കാൻ കിട്ടിയ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ 24 മണിക്കൂറും എന്റെ മുഖം തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നേ. നോക്കട്ടെ. ശരി, ബൈ. നീ വെറുതെ ഇവനെ ന്യായീകരിക്കാൻ നോക്കണ്ട മുകുന്ദ. സത്യമായിട്ടും ഇവരെന്റെ വീട്ടിലേക്ക് തന്നെയാ വന്നത്. അമ്മയാ അവരെ നിർബന്ധിച്ച് മഞ്ജുന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഗൗരിക്കുട്ടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ എന്തിനാ അത് ചെയ്യാൻ പോയത്? അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ. വാശി കണ്ടുപിടിച്ച ആളാ. വീട്ടിൽ പോയില്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്നും പറഞ്ഞ് ഇവന് വെറുതെ ടെൻഷൻ കൊടുത്തു. അവസാനം ഗതി കെട്ടിട്ടാ ഇവൻ പോവാന്ന് സമ്മതിച്ചത്. ദേ, ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്റെ അമ്മയ്ക്കാ. അതിന് ഇവരെ രണ്ടുപേരും കുറ്റപ്പെടുത്തണോ? എനിക്ക് ഇവനോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവളുടെ കളികളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗൗരിക്കുട്ടിയെ കൊണ്ട് ഇവനോട് സംസാരിപ്പിച്ചത് ഇവളായിരിക്കും. എന്റെ അമ്മ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? സ്വയം തോന്നിയാ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവരൊരുമിച്ച് മഞ്ജുന്റെ വീട്ടിൽ പോകുന്നോണ്ട് എന്താ കുഴപ്പം? അതൊരു നാട്ടു നടപ്പല്ലേ. സാധാരണ ഏതെങ്കിലും വീടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇവന്റെ അച്ഛനെ കൊന്ന മനുഷ്യന്റെ വീടാ. ഇവൻ അവിടെ വിരുന്നിന് പോയിന്ന് കേട്ടപ്പോ എന്റെ മനസ്സാ തകർന്നു പോയത്.
അച്ഛന്റെ ആത്മാവ് ഏട്ടൻ കാരണം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ദേ അങ്ങനെ വെറുതെ ഓരോന്ന് പറയരുത്. എനിക്കും കിരീട അച്ഛനെ നന്നായിട്ട് അറിയായിരുന്നു. ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റെ. എന്നിട്ടാണോ നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ പ്രതികാരമായിട്ട് നടക്കുന്നത്? ഇവരിപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞില്ലേ? ഇവർക്കൊരുമിച്ച് സമാധാനമായിട്ട് കഴിയാനുള്ള സാഹചര്യം ഒരുക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതെ, ഇപ്പൊ തന്നെ കുറെ വൈകിയില്ലേ? നിന്ന് ഉപദേശിക്കാതെ വീട്ടിലോട്ട് പോവാൻ നോക്ക്. സ്വപ്ന വേണ്ട. അവള് പറഞ്ഞ രീതി തെറ്റാ, പക്ഷേ പറഞ്ഞ കാര്യം ശരിയാ. നീ ഇനി ഇതിൽ ഇടപെടണ്ട മുകുന്ദ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തോളാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. കാണിക്കുന്നത് ഈ ചേട്ടന് വശീകരിക്കാനുള്ള പരിപാടിയാണല്ലേ? നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ ഒരു വഴി ഏൽക്കില്ലെന്ന് ഉറപ്പായപ്പോ ശരീരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു അല്ലേ? നിനക്കൊന്നും നാണോ മാനോ ഇല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം ഭർത്താവിനെ ഭാര്യ എന്തിനാ വശീകരിക്കുന്നേ? അതെ, മഞ്ജുവിന് കുട്ടിക്കാലം മുതൽ കുറച്ച് പേടി കൂടുതലാ. കറണ്ട് പോയപ്പോ പേടിച്ച് കാണും. അതിനെ അവള് സ്വന്തം ഭർത്താവിനല്ലേ കെട്ടിപ്പിടിച്ചത്. ദേ, അതിനെ കുറിച്ച് ഇത്ര വൃത്തിയായിട്ട് രീതിയിൽ സംസാരിച്ചതേ ഭയങ്കര മോശമായി പോയി. മുകുന്ദ, അമ്മേ, അമ്മ പറയാൻ വരുന്ന എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഞാൻ അതിൽ അഭിപ്രായം പറയണ്ട എന്നായിരിക്കും. ശരി, നിങ്ങൾ എന്താന്ന് ചോദിക്കോ? നമ്മളില്ലേ? അമ്മ അങ്ങനെ പറഞ്ഞത് നന്നായി. അല്ലെങ്കിലും മുകുന്ദൻ നമ്മുടെ കുടുംബകാര്യങ്ങളില് കുറച്ച് കൂടുതൽ ഇടപെടുന്നുണ്ട്. എല്ലാരെയും അവരവരുടെ നിലയ്ക്ക് നിർത്തുന്നതാ നല്ലത്. എന്താടാ നിനക്ക് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയിന്ന് പറയണോ? മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വെറുതെ കറന്നു പോകുമ്പോ ഇത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് കുട്ടിക്കാലം മുതലേ ഫോബിയ ഉണ്ട്. എന്തുണ്ട്? ഫോബിയ, പേടിയുടെ അസുഖം. ഇതിനെയൊക്കെ ഒരു അസുഖമായിട്ട് പ്രഖ്യാപിച്ചോ? ഒരുമാതിരി വിയർപ്പിന്റെ അസുഖം എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഞാൻ പുഴയിൽ വീണത് മുതല് എനിക്ക് അസുഖമുള്ളതാ. വെള്ളത്തിൽ വീണപ്പോ നീ ഒന്ന് പേടിച്ചു, അതിനാണോ ഇത്രയും ബിൽഡപ്പ്? എന്താ പേര്? ഫോബിയ. കൊള്ളാം. അയ്യോ, ഞാൻ നിന്നെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ല. പക്ഷേ നിന്റെ ഈ അസുഖത്തിന്റെ പേരെനിക്കറിയാം. പേടി. ഒന്നും അല്ലെങ്കിൽ നീ ഒരു പോലീസുകാരിയല്ലേ? നാളെ ഏതെങ്കിലും ഒരു പാവത്തിന്റെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥ വരുമ്പോ എനിക്ക് ഫോബിയാണെന്നും പറഞ്ഞ് നീ മാറി നിൽക്കൂ? ഇങ്ങനെ പേടിച്ചു കഴിയാനാണ് നിന്റെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് ആ ജോലിക്ക് പോകരുത്. നീ ആ ജോലി രാജിവെച്ച ആ സ്ഥാനത്ത് കഴിവുള്ള ആർക്കെങ്കിലും ജോലി കിട്ടും.
നമ്മുടെ നാടിന് വേണ്ടി അത്രയെങ്കിലും നീ ചെയ്യ.